തവള മഞ്ഞത്തവള. ആ രണ്ടും അല്ലടാ, ഇവിടെ വേറെ ഒരാൾക്ക് പേരൊക്കെ ഉണ്ട്, മഞ്ഞത്തവള. പിന്നെ ഹെലികോപ്റ്റർ. ബാപ്പക്ക് മോൾക്ക് നാളെ ഊട്ടി വരെ പോവാനാ. ഹെലികോപ്റ്റർ വേണോ? വേണ്ടേ? ഇപ്പൊ തീരുമാനിക്കും. വേണ്ടേ. അപ്പൊ പിന്നെ ഈ ഒരു കുതിരനെടുത്തു. കുതിരല്ലടോ, അത് ഒട്ടകാണ്. സോറി, ഒട്ടക. വല്ലാത്തൊരു കഴുത. സുന്ദരിയല്ല, സുന്ദരിയല്ല, ഇടുമ്പോ സുന്ദരൻ. അടിപൊളി കളക്ഷൻസ് ഉള്ള ഷോപ്പ് കേട്ടോ. നിങ്ങൾക്ക് ഇവരെ ഓൺലൈൻ വഴി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് സാധനം നിങ്ങൾക്ക് ഷിപ്പിംഗ്. ഹലോ വന്ന് വന്ന് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, ഇന്ന് നമ്മള് ജിവുവിന് കുറെ പർച്ചേസ് ഉണ്ട്. സോ ഇന്ന് ജിവുവിന്റെ ഡേ ആണ്. ജിവുവിന് പർച്ചേസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എവിടുന്നാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ജിവു പറയും. ജിവു പറഞ്ഞോളൂ. ജിവുവിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ജിവു പറയൂ. റേഞ്ച് ഔട്ട് ആവുന്നുണ്ട്. ഹലോ ഹലോ ഇവിടെ ഇവിടെ ഹലോ 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 ഇവിടെ ഇവിടെ ഹലോ ഹലോ. ജിവുവിന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, ഡ്രസ്സ് വാങ്ങാണ്ട്, ടോയ്സ് വാങ്ങാണ്ട്, പമ്പേഴ്സ് വാങ്ങാണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മളെവിടെ പോകുന്നത് വസികാക്ക? വെൽക്കം വാഗൻ മഞ്ചേരി. നമ്മൾ സ്ഥിരം പോണ സ്ഥലമാണ്. അവിടെ തന്നെ എപ്പോഴും മുതലേ നമ്മള് വാങ്ങണ ഒരു പ്ലേസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ വെൽക്കം വാഗൻ അല്ല വസികാക്ക. അധികം നമ്മള് വെൽക്കം വാഗനിൽ കൂടുതലും വെൽക്കം വാഗനാണ് വാങ്ങല്. സ്പെഷ്യലി ജിവുവിന്റെ ഡ്രസ്സുകള്. ഡ്രസ്സ് വല്ലാതെ ഇല്ലെങ്കിലും നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. സോ അത് ഫുള്ള് നമ്മൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങള് നമ്മൾ പറയാം. അപ്പൊ നമ്മളെ വെൽക്കം വാഗിൽ എത്തിട്ടോ. ജിവുവിന് ഡ്രസ്സ് എടുക്കാന്, ഡ്രസ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാണ്ട്. അല്ല ജിവു? ഹലോ ഹലോ വന്ന് വന്ന് ഓളവിടെ ഊട്ടിക്ക് ടൂർ ആയതാണ് തോന്നുന്നു. എന്താ ആലോചന അല്ലേ? ആ ജിവ വന്നു. ജിവന് ടോയ്സ് വേണ്ടേ? അത് വേണ്ട, വേറെ മതി. ഒക്കെ എടുത്തോട്ടോ. അപ്പൊ നമ്മള് എപ്പോഴും വരാറുള്ള വെൽക്കം വാഗനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് മഞ്ചേരി വെൽക്കം വാഗനിലാണ് വന്നിട്ടുള്ളത്. അറിയാലോ, മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, മുട്ടിപ്പാലത്താണ് ഈ ഷോപ്പ് വരുന്നത്. വീണ്ടും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. സ്പെഷ്യലി ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ടോയ്സ് പിന്നെ പറയണ്ട, ടോയ്സ് ഇവിടെ വേറെ ലെവൽ കളക്ഷൻസ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ ജസ്റ്റ് കളക്ഷൻസ് നോക്കാം. ജീവക്ക് കുറെ ഡ്രസ്സ് എടുക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ. ജീവന്റെ എല്ലാ സാധനങ്ങളും ഷോർട്ടാണ്. കുറെ സാധനങ്ങൾ വാങ്ങാണ്ട്, കാരണം നമ്മളിവിടെ വന്നിട്ട് കുറെ ദിവസമായിപ്പോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഡ്രസ്സിന്റെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്താ അറിയാത്ത മാതിരി ഇരിക്കണു. നടക്കി ഡ്രസ് എടുത്തോണ്ട നടക്കി. പിന്നെ എനിക്ക് വളരെ മിസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് ആണ്. കാരണം ഹെയർ ബോ ജീവ ഇടാറില്ല. ഇവിടുന്നായിരുന്നു നമ്മളെ എയർബോന്റെ സകല കളക്ഷൻസ് നമ്മൾ ഇവിടുന്നായിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ ജീവുവിന് തലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾക്ക് മനസ്സിലായി തുടങ്ങി. ഒന്ന് വേണമെങ്കിൽ സാമ്പിളിനിട്ട് ഒരു തൊപ്പിട്ടെടുത്ത് കാണിച്ചു കൊടുത്തേ. ഓൾ അപ്പൊ തന്നെ തൊപ്പിട്ടു. കുഞ്ഞു ടൊപ്പി. ഹായ് കുഞ്ഞു ടൊപ്പി. ഇതാ കണ്ടോ, ഇതാണ് ഇപ്പൊ അവസ്ഥ. അതാ എറിഞ്ഞ്, ഇതാണ് ഇപ്പൊ എന്തിട്ട് കൊടുത്താലും അവസ്ഥ. ആ സ്പോട്ടിൽ ഒരു വലിച്ചേര്. പിന്നെ എനിക്ക് വാങ്ങേണ്ടത് ജിവുവിന് കുറെ ലോങ് ഷോർട്സുകൾ എനിക്ക് വേണം. അതും ഒരു വലിച്ചേരൽ തന്നെയാണ്. എന്നാലും ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ എവിടെയും കണ്ടില്ലട്ടോ. അതായത് നമ്മൾ ആദ്യം പറയലുണ്ട്, ലോങ് ഷോക്സിന് ഇത്ര നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പ് ഇതാ. വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതാ അടിപൊളി കളക്ഷൻസ് ഉള്ള ഷോപ്പ് കേട്ടോ. നിങ്ങൾക്ക് ഇവരെ ഓൺലൈൻ വഴി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് സാധനം നിങ്ങൾക്ക് ഷിപ്പിംഗ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. താഴെ ഞാൻ വാട്സപ്പ് നമ്പർ വെറുതെ കൊടുക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം നമ്മള് ഷോപ്പിലൊക്കെ ഒരുപാട് പേര് കിഡ്സിന്റെ ഉണ്ടോ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് വിടാറുള്ളത്. കാരണം നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ്. വേണ്ടവർക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം, അല്ലാതെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് നമ്മളെ പർച്ചേസ് തുടങ്ങാൻ നടക്കുന്ന എന്റെ സോക്സ്. അല്ല സോക്സ് എടുക്കുന്നില്ലേ? ഷോക്സ് എടുക്കണ്ടായാലും ഞാൻ ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഓൾറെഡി ഇവിടെ മാറ്റി വെച്ചിട്ടില്ലേ? ഇല്ല, അവിടെ വെച്ചതാ. അതെ, ഒരു ഗ്രേയും ഒരു ഇതും മതിയോ? ഓ ഇതിപ്പോ ഇനി സോക്സ് സോൾഡ് ഔട്ട് വരണടാ. റെഡ് ബ്ലാക്ക് അത് വിട്ട് കളി കുട്ടിക്ക് ഇല്ല. റെഡും ബ്ലാക്കും ആണ് ജിവോന് ഞങ്ങൾക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടം കേട്ടോ. അവൾക്ക് ഭയങ്കര, അവൾക്കിപ്പോ നിലത്തിറങ്ങണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഡ്രസ്സിന്റെ കളക്ഷൻസ് കേട്ടോ. പുതിയ കളക്ഷൻസ് ആണ്.
മുമ്പുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, കംപ്ലീറ്റ് കളക്ഷൻസും മാറി, പുതിയ പുതിയ അടിപൊളി കളക്ഷൻസ്. ഞാൻ സത്യം പറഞ്ഞ പെരുന്നാൾക്ക് വരണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഓൺ ഡ്രസ്സ് അങ്ങോട്ട് അയച്ചു തരാണ് ചെയ്തത് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങോട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്, കാരണം നമ്മളെ ഷോപ്പിൽ തിരക്കായിരുന്നു, സോ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഓക്കെ, ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്, നല്ല നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ജീവന് പറ്റുമോ നിങ്ങൾക്കല്ലോ, ഒരു വയസ്സിന്റെ അല്ലടാ സ്റ്റാർട്ടിങ് 1 ഇയർ ആട്ടോ തുടങ്ങുന്നത്. യെസ്, ഓക്കെ. ഇതിൽ ഈ ഒരു സെക്ഷനിലാണ് 1 ഇയർ ഓള് പറഞ്ഞത്, അല്ലാതെ ഇവിടെ സ്റ്റാർട്ടിങ് 1 ഇയർ തൊട്ടുള്ളൂ എന്നല്ല കേട്ടോ. ന്യൂ ബോൺ തൊട്ട് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ജീവന് പറ്റൂലേ? 6 മന്ത് ബ്ലാക്ക് കഴിഞ്ഞതാ കഴിഞ്ഞ അല്ല, ഓനിക്ക് ഓരോന്നും അയച്ചു തരാറുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമായി. ജീവന് പറ്റൂലേ? നല്ല സിമ്പിൾ സാധനം അല്ലേ? ഇത് രസമുണ്ടാവും ജീവന്. ഇത് എനിക്ക് ഇഷ്ടമായി. ഇത് നമുക്ക് ഇട്ടൊന്ന് ജീവന് ഇട്ട് കാണിച്ചു കൊടുത്താലോ? ഇതൊക്കെ ഞാൻ ജീവനെ കൊണ്ട് ഇടിപ്പിക്കാം. മോള് നല്ല മൂഡിലാണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് കാണാം. ഓക്കെ, അവള് നല്ല മൂഡിലായിട്ട് എന്തായാലും ഇടലുണ്ടാവില്ല, കാരണം ഫുള്ള് കലിപ്പ് മൂടാണ് ഇപ്പൊ. ഓൾക്ക് ഓളെ ഇഷ്ടത്തിന് ഓളെ വീടണം. ഇപ്പൊ ഇവിടെ എന്താ പണി ഞാൻ കാണിച്ചു കേട്ടോ. അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ഫുള്ള് വലിച്ചിടലൊക്കെ ആയിരുന്നു പണി. ജീവാ, ഞാൻ പറഞ്ഞില്ലേ എന്താ പണി? പപ്പന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ വലിച്ചിട്ടോട്ടാ. ലാസ്റ്റ് പപ്പ ഒന്നായിട്ട് ബില്ല് കൊടുത്തോണ്ടിട്ടോ ജീവ. ഇവിടെ ഒന്നും മൈൻഡ് ഇല്ല. ഇതാണ് ഇപ്പൊ അവിടെ പണി. എന്തായാലും ബാക്കി നമുക്ക് കളക്ഷൻസ് കാണിക്കാം. പിന്നെ ഇപ്പം നമ്മള് ട്രിപ്പ് ഒക്കെ പോകുമ്പോ കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം, അതായത് ഇതിന്റെ ഈ കളറായിരുന്നു നമ്മള് ജീവോന് ഇട്ടത്. ജീവോന് വാങ്ങിയത്. യെസ്, നല്ല കംഫർട്ട് ആട്ടോ. ബേബീസ് ഭയങ്കര ഓക്കെയാണ്, പ്രത്യേകിച്ച് ഊട്ടി പോകുമ്പോട്ടാ. നല്ല തണുപ്പുള്ള സമയത്ത്. ഇപ്പൊ ഈ ചൂടത്ത് എത്തിട്ട് പോയി കഴിഞ്ഞാല് ഊട്ടിയിൽ പറ്റും, വേറെ എവിടെയും പറ്റൂല. മൂന്നാറിൽ പറ്റൂലേ, കൊടൈക്കനാൽ പറ്റൂലേ? പറ്റൂക്കല്ലേ, അവിടെ തണുപ്പുണ്ടപ്പോ. ഇത് പിടിക്കണത് സെറ്റാ. പിന്നെ ഇങ്ങനത്തെ കൊറേ ഇത് സെലക്ട് ചെയ്താ ലാസ്റ്റ് ചെയ്തോ. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷോർട്ട് ആയിട്ട് വരുന്ന ജീനിലേക്കും സ്കേർട്ടിലേക്കും ഇടാൻ പറ്റിയ കുറെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ടോപ്സ് ആയിട്ട് പറ്റിയ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ടോപ്സ് ഉണ്ട്. ഓക്കെ, നമ്മള് ജീവ് ഇടുമ്പോ നമുക്ക് ടോപ്സ് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ, ട്രൗസർ ഇട്ടൂല. അപ്പൊ പാമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടോളൂ, ഓൾക്ക് നല്ല രസം ഉണ്ടാവും. ഓക്കെ, പിന്നെ നല്ല അടിപൊളി റോംബേഴ്സ് ഒക്കെ അടിപൊളി റോംബേഴ്സ് ഉണ്ട്. പക്ഷെ ജീവന് ഇപ്പൊ നമ്മള് റോംബേഴ്സ് വല്ലാതെ ഇട്ട് കൊടുക്കാറില്ല, കഴിഞ്ഞിരിക്കണേ. അതിന് റോംബേഴ്സ് ചോദിക്കുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. ഫോക്കസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ്, പക്ഷെ എന്റെ മോള് ഇടൂല. ഇങ്ങനത്തെ പാർട്ടിക്കൊക്കെ പോവാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഹെവി പാർട്ടി വെയർസ് ഉണ്ട്. കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അടിപൊളി സാധനം. അത് എത്ര 1 ഇയർ തൊട്ടാ? യൂസ് ചെയ്യൂല. നല്ല ഭംഗിയുണ്ട്. ജീവന് ഇതിന്റെ ചെറുതുണ്ടോ ജീവന് പറ്റിയ? നോക്കാം. ഓക്കെ, കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല രസം ഉണ്ടാവും ജീവന്. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതാ ഈ ഒരു കളക്ഷൻ ഒക്കെ വിട്ടുപോയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ്. ഇതെങ്ങനത്തെ ഉടുപ്പൊക്കെ ജീവൻ നല്ല രസമുള്ള മോഡൽസ് ആണ്. ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടിഷ്ടായിരുന്നെങ്കിൽ തന്നെ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ഒന്നും അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോഡ് സെറ്റ്. നല്ല മൾട്ടി കളർ കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ എന്തായാലും ജീവനെ കൊണ്ട് ഇടിപ്പിച്ച് കാണിച്ചു. ഒരു മോഡൽ എന്തായാലും ജീവൻ നമ്മൾ എടുക്കുന്നുണ്ട്. നൈസ്, നല്ല രസമുണ്ട്. ഓക്കെ, ഇതിലേതായിരുന്നു നമ്മള്? ഇതല്ലേ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. യെസ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ കൊറേ പേര് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലേ. ക്യാപ്പും വരുന്നുണ്ട്. ക്യാപ്പ് ഇപ്പൊ ജീവന് ഉപകാരപ്പെടില്ല, കാരണം ഓള് ഊര് വലിച്ചെറിയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായി, നെറ്റ് ടൈപ്പില്. പക്ഷേ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇത് ബനിയൻ ക്ലോത്ത് അല്ല ഇതിന്റെ അടിയിലുള്ളത്. ഇതൊക്കെ നമുക്ക് ഇടിപ്പിച്ച് നോക്കാം പറ്റുമെങ്കിൽ. പിന്നെ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇൻഷേപ്പ് യൂസ് ചെയ്യലുണ്ടോന്ന്. ഇവിടെ നമുക്ക് ഇൻഷേപ്പ് ഉണ്ട് കേട്ടോ. ലേഡീസിന് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് ഇൻഷേപ്പ് ചോദിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കണവർക്കൊന്നും വരാൻ പറ്റണമെന്നില്ല. സോ നിങ്ങൾക്ക് അങ്ങോട്ട് കൊറിയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ ബേബിന്റെ ഈ ബാഗ് ഇത് കുറെ പേര് ചോദിക്കലുണ്ട്. ജുബിന്റെ അടുത്തൊരു ബാഗ് ഉണ്ടായിരുന്നു, സെയിം മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പല വെറൈറ്റി പ്രിന്റില് ഭയങ്കര യൂസ്ഫുൾ ആണ്. സത്യം പറഞ്ഞാല് ഡെലിവറി കഴിഞ്ഞ് ഇപ്പോഴും ജുബി ആ ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓളല്ല യൂസ് ചെയ്യുന്നത്, ഞാനാണ് അത് എടുത്ത് ഏറ്റുപിടിച്ച് നടക്കല്. ഓളയിൽ സാധനം ഫില്ല് ചെയ്യാൻ മാത്രം. ഏത് കടമ എന്നാണ് ഉദ്ദേശിച്ചത്? കടമ അല്ല, കടലാമ. ഇങ്ങനെ നമ്മള് വയറ് കുറയാനൊക്കെ ഇവിടെ ഈ മോംസബിൽ വരുന്നവരൊക്കെ കുറെ വാങ്ങുന്നുണ്ടാവും അല്ലേ.
പിന്നെ ഇൻഷേപ്പ് പറയുന്നത് ഈ സാധനമാണ്, അതായത് ഷേപ്പ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിട്ട്. ആ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. ഇത് വയറ് കുറയും. ജുബിക്ക് പിന്നെ ഇതിന്റെ ആവശ്യം വരാറില്ല. അതെ 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 അതെ, മെലിഞ്ഞ് മുരിങ്ങാക്കൊമ്പായിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, പിന്നെ ബാഗ് ഉണ്ട്. ബാഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിട്ടുപോയി. നല്ല അടിപൊളി ബാഗുകൾ ഉണ്ട് കേട്ടോ. ഇതിന്റെ ജിബുകൾ, അതായത് ഇതിന്റെ ഈ അറകളാണ് മെയിൻ പ്രത്യേകത. നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാന്, അതേപോലെ എന്താ പറയാ ബോട്ടിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഓരോ സെപ്പറേറ്റ് അറകളുണ്ടാവും. ഞാന് യൂസ് ചെയ്യട്ടോ. യെസ്, എല്ലാവർക്കും അറിയാൻ മതിയാവും. ഞാൻ തന്നെ ആക്സസറീസ് ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട്. ബെഡുകള്, സോഫ്റ്റ് ബെഡുകള്, പിന്നെ പില്ലോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഫീഡിങ് പില്ലോ ഒക്കെ. യെസ്, പ്ലാമാറ്റ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അവർ സാധനം അയച്ചു തരും. ഓൺലൈൻ എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് ടൈം എന്തെങ്കിലും ഉണ്ടോ? ടൈമും കാര്യങ്ങളും നമ്മൾ മെസ്സേജ് വന്നാൽ അപ്പോൾ നോക്കും. അതായത് കസ്റ്റമേഴ്സ് ബാക്കിൽ ഉണ്ടാവും. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജും വെൽക്കം വാഗൻ എന്നല്ലേ. കോൾ ചെയ്തിട്ട് കാര്യമില്ല, മാക്സിമം മെസ്സേജ് അയച്ചിട്ടാ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ, കാരണം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് അറിയണമെങ്കിൽ ആദ്യം ഫോട്ടോ അയക്കണല്ലോ, എന്നാലും നമുക്ക് മനസ്സിലാവും. പിന്നെ ചെറിയ മക്കളെ ബോയ്സിന്റെ കളക്ഷൻസ് അടിപൊളി വെറൈറ്റി. ബോയ്സിന്റെ വെറൈറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഇവിടെയാണ്. നല്ല കോഡ്രായി മെറ്റീരിയൽ ഒക്കെ, ഇന്നറൊക്കെ വന്നിട്ടുള്ള 3 പീസ് പോലെ അല്ലേ, നല്ല ഭംഗിയുള്ള മോഡൽസ് ഉണ്ട്. വേണ്ടവർ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, താക്കണ്ട നമ്മൾ വാട്സപ്പ് ചെയ്തോളൂ. 1 to 5 ഏജിൽ വരുന്ന കേട്ടോ. 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കളക്ഷൻസ്. ഷർട്ടിൽ എനിക്ക് ആദ്യം ഇവിടെ കുറച്ച് ഇഷ്ടമായ കുറെ മോഡൽസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴുള്ള ഒരു ഐറ്റം പോലും കാണാനില്ല കേട്ടോ, കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടോ. ഇത് ബോയ്സിന്റെ അല്ലേ, ബോയ്സ് ഗേൾസ് എന്നില്ല, രണ്ടാക്കും പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു. ഇത് ജീവന് നമ്മള് ഊട്ടി നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഊട്ടി നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 to 6 ഏജിൽ യൂസ് ചെയ്യാൻ പറ്റിയ സൈസാണ്, ലാസ്റ്റ് പീസാണ്. ഓക്കെ, അപ്പൊ എന്നാല് നമുക്ക് സെലക്ട് ചെയ്ത സാധനങ്ങള് ജിമ്മിന് ഇട്ടെടുത്തിട്ട് കാണിക്കാം. ടോയ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുന്ന് 1-2 ടോയ്സ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി ടോയ്സ് ഉണ്ട്, വേണ്ടവർക്ക് അതിനും വരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് ഇങ്ങനത്തെ ബോട്ടിൽസ് ആണ്. ഫീഡിങ് ബോട്ടിൽസ് കാര്യങ്ങള്, പിന്നെന്താ പറയാ പൗഡർ, ലോഷന്, ബ്രസ്റ്റ് എന്താ പറയാ ബ്രസ്റ്റ് പമ്പ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇതാ ഈ ഒരു കാറ്റഗറി നമ്മളെ എയർ ബാൻഡിന്റെ കാറ്റഗറിയാണ്. നല്ല അടിപൊളി വെറൈറ്റി എയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ. എനിക്കിത് വേണം. ഓളെ ബോട്ടിലൊക്കെ ക്ലീൻ ആക്കാൻ, നമ്മളെ ഫുഡ് കഴിച്ചിട്ടൊക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാ കിഡ്സിന്റെ ആക്സസറീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് നിങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അത്രയും ഐറ്റംസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ സ്ഥിരം ഇവിടുത്തെ കസ്റ്റമർ ആണ്, ഇവിടുന്നാണ് സ്ഥിരം പർച്ചേസ് ചെയ്യാറുള്ളത്. ഇത് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം വേണ്ടി സാധനം. ഇത് ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ടുള്ളൂ. ഇത് നമ്മളിങ്ങനെ ചെരണ്ടിട്ട് അങ്ങനെ വായിൽ വെച്ചെടുക്കാം. ഇത് തന്നെ ആപ്പിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെരണ്ടൂലേ, എന്നിട്ട് അത് കൊടുക്കുക. ജീവ നൂലൊക്കെ തിന്നുമ്പോ നാക്കുമ്പോ കിട്ടില്ല, അപ്പൊ നാക്ക് ഇങ്ങനെ ചെരണ്ടി എടുക്കാം. ഇത് കാണാം. ഓക്കെ, പിന്നെ വേറെന്താ വെറൈറ്റി? വേറെന്താ കഴിഞ്ഞ എന്റെ വെറൈറ്റീസ്? സോഫ്റ്റ് ടോയ്സ് ഐറ്റംസ് വരുന്നുണ്ട്, വാക്കേഴ്സ് വരുന്നുണ്ട്. വാക്കേഴ്സ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്ത് നിങ്ങളന്ന് കൊണ്ടുപോയില്ലേ, അതാണ് നമുക്ക് കൂടുതൽ എൻക്വയറി ആയില്ല അല്ലെ. നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്പൊ വല്ലാതെ ഉള്ളതിൽ ഇരിക്കലില്ല, പക്ഷെ ഉള്ളിടത്തോളം കാലം നല്ല ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവള് ഇരുന്നിട്ട് ഞാൻ കൊറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുക്കാന്. അപ്പൊ ഇതില് ഫുഡ് നല്ല ഇതല്ലേ, മറ്റേ ആളെ പിടിച്ചാ കിട്ടൂലേ, ആളെ ഇറങ്ങി പോയാണ്. ഇതിന്റെ ഹൈ ചെയർ ഉണ്ട്. ഹൈ ചെയർ നമ്മുടെ അടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആണ്. നമ്മൾ 2 ദിവസം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് സിബുവിന് ഇത് മതിയാവും അല്ലേ. ഇപ്പൊ ചെറിയ ആളല്ല, ഇപ്പൊ നമ്മളെ പെങ്ങളെ മോനും കൊണ്ടേ കൊടുത്ത ഈ ഒരു ടൈപ്പാണ്. എന്തായാലും നമ്മള് സിബുവിന് സെലക്ട് ചെയ്ത ഡ്രസ്സുകളൊന്നും ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഒരു ഡ്രസ് ഇട്ട് കൊടുത്തിക്കണേ. സുന്ദരിയല്ലോ, സുന്ദരിയല്ല കിട്ടുമ്പോ സുന്ദരന്റെ മേരുണ്ട്. സുന്ദര ഇടക്ക് റേഞ്ച് ഔട്ട് ആവും. ഇപ്പൊ റേഞ്ച് ഔട്ട് ആണ് കേട്ടോ. ഡ്രസ് ഉണ്ട് അല്ലേ, എന്നാ അടുത്ത് ഇട്ട് കൊടുക്കാം.
ഗൈസ് അപ്പൊ ഇതെല്ലാം ഇട്ട് കാണിക്കണമെന്നായിരുന്നു ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ജീവാണ് അറിയില്ല, ഡ്രസ്സ് ഒരു നിലക്ക് ഇടാൻ സമ്മതിക്കൂല. ആകെ ഒന്ന് മാത്രം ഇട്ട് പിന്നെ ഓൾക്ക് പ്രാന്ത് തുടങ്ങി. ഞാൻ ഇതെടുത്തു എടുത്തെന്ന് ശരിക്കും കാണിക്കടി. ഈ മോഡൽ എടുത്തു, ഈ മോഡൽ എടുത്തു. ഓൾക്ക് സിമ്പിൾ ആയിട്ട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു മോഡൽ എടുത്തു, പിന്നെ ഈ ഒരു കോഡ് സെറ്റ് എടുത്തു. ഓക്കെ. പിന്നെ എടുത്തത് ഞാൻ കുറെ ഷോക്സുകൾ, മെയിൻ ആയിട്ട് എനിക്ക് ഓൾക്ക് വേണ്ടത് ഷോക്സ് ആണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോക്സ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവര് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇവരെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ പിന്നെ ഈ ഒരു കുതിരനെടുത്തു. കുതിരല്ലടോ, അത് ഒട്ടകാണ്. സോറി, ഒട്ടക. വല്ലാത്തൊരു കഴുത. കഴുതൊക്കെ കുതിരനെ മനസ്സിലായിട്ടില്ല. ഇയോളെ കഴുതാന്ന് വെച്ച് ഓള് തെറ്റിപ്പോണം. പിന്നെ ഈ ഒരു പുതിയൊരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. തവള. ഇവിടെ വേറെ ഒരാൾക്ക് പേരൊക്കെ ഉണ്ട്, മഞ്ഞത്തവള. അപ്പം ഞാൻ മഞ്ഞത്തവള എടുത്തിട്ടുണ്ട്. പിന്നെ ജിവുവിന് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതായത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ അടച്ചു വെക്കാനുള്ളത് ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ ആവശ്യം എനിക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ജിവുവിന് തലയിലിടുന്ന സാധനം കുളിക്കുമ്പോ അതൊക്കെ അത് ഇടുന്ന പൊന്നാര. കുട്ടിക്ക് പേരേ ഉള്ളൂ. പിന്നെ ജിവുവിന്റെ ഇവിടുന്ന് തന്നെ ഈ ഒരു ക്യാമറ ഇത് നമ്മള് മുമ്പ് വാങ്ങിയിരുന്നു ഇവിടുന്ന്. അത് ജിവുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓളെ ഫിഷ്, പിന്നെ ഓൾക്ക് ടവല്, പിന്നെ ഓൾക്ക് ഫോണ്. ഇതൊക്കെ വാപ്പക്കും മോൾക്കും കളിക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ പൗഡർ, സോപ്പ്, പിന്നെ റാഷസിന്റെ ക്രീം. അങ്ങനെയുണ്ട് കേട്ടോ. ഒരുവിധം സെമി ബ്രാൻഡുകളായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതിന് പോപ്പീസ് ആണെങ്കിലും സെബാമെഡ് ആണെങ്കിലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഹെലികോപ്റ്റർ ബാപ്പക്കും മോൾക്കും നാളെ ഊട്ടി വരെ പോവാനാ. ഹെലികോപ്റ്റർ വേണോ? വേണ്ട, എപ്പോ തീരുമാനിക്കും. വേണ്ട, ഹെലികോപ്റ്റർ വേണ്ട. ബില്ലടിച്ചോ ഇഞ്ഞെടുത്തോ? അല്ല, അത് വേണ്ട, ബില്ല് ഒഴിവാക്കിക്കോ. ഓക്കെ, അത്രയും മതിയില്ലേ? ഓക്കെ, ഒന്നിട്ട് ഇപ്പൊ തന്നെ ഒരു സംഖ്യ ബില്ലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. ജിവയുടെ സന്തോഷായോ? ജീവന് സന്തോഷായോ? ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.